അപ്പോഴേ ഈ ധൃതി പിടിച്ച് പോണത് എവിടേക്കാന്നല്ലേ, വേറെ എവിടേക്കല്ല. ഇന്നാണ് 25-ാം തീയതി. അതായത് KFC-യില് ഒരു ബക്കറ്റ് മേടിക്കുമ്പോ ഒരു ബക്കറ്റ് ഫ്രീ കിട്ടണ ദിവസം. അത് ഇന്നാണ്. കിട്ടുമെന്ന് നോക്കാം. വരിയാന്നൊക്കെയാ ചേട്ടൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. എത്ര നേരം വരി നിൽക്കേണ്ടി വരുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോവാം. ഇനിയിപ്പോ വേർപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വേണ്ട. അപ്പൊ സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് KFC മേടിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് പോവാം. ഞാൻ ഈ കാവടി തുള്ളി പോണത് KFC എനിക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പൊന്നുമില്ല. എന്നാലും പോയി വരി നിൽക്കാം. കൊതി മൂത്തിട്ടാണല്ലോ പോണത്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ആന, തൃശ്ശൂരൊക്കെയാണല്ലോ ഫുൾ ആനയാണ്. ആനേനൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ KFC-യിൽ എത്തിയിട്ടുണ്ട്. KFC-യിൽ റേഷൻ കടയിൽ പോലും ഉണ്ടാവില്ല ഇത്രയധികം ക്യൂ. ഞാനും ഒട്ടും സമയം കളഞ്ഞില്ല. ക്യൂവിന്റെ ഏറ്റവും ബാക്കിൽ തന്നെ പോയി നിന്നു. എന്റെ ബാക്കിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും 10 ആളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ കയറി വെയിറ്റ് ചെയ്യുമ്പോൾ ദേ പോണ് വീണ്ടും ഒരു ആന. പിന്നെ അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നിന്ന് ശരീരമൊക്കെ തളർന്നുകൊണ്ട് അവർ ശരീരമൊക്കെ ഒന്ന് കുളിർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട് കോക്ക് കൊണ്ട് തന്നു കോംപ്ലിമെന്ററി ആയിട്ട്. അപ്പൊ അത് ഞാനും കഴിച്ചു. അവൾക്ക് ഒരെണ്ണം കൊണ്ടുപോയി കൊടുത്തുട്ടാ. നിന്ന് തളർന്നപ്പോ ഇവനെയും കൊണ്ട് നിർത്തിക്കൂല. അറ്റ് ലാസ്റ്റ് നമുക്ക് സാധനം കിട്ടി. നമ്മൾ സാധനം കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ മറന്നു. പിന്നെ നമ്മൾ മേലെ പോയിട്ട് അതിന് ഒരു പക്കറ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് കഴിച്ചുട്ടാ. ഇപ്പോഴും മൂത്തപ്പോ കാക്കയ്ക്ക് വായപ്പുണ്ടെന്ന് പറഞ്ഞ പോലെ ഒട്ടുകഥ ചൂടായിട്ട് വായലിടാനും പറ്റുണ്ടായില്ല. ചൂടിനെ വരെ നമ്മുടെ കൊതി തോൽപ്പിക്കുന്ന പറഞ്ഞ പോലെ ഞങ്ങൾ ഒട്ടും വിട്ടു കൊടുത്തില്ല. ആ ഒരു ബക്കറ്റ് ഫുള്ള് ഞങ്ങൾ തന്നെ അവസാനം ആർക്കും വേണ്ടാത്ത എല്ലും കഷ്ണങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കി 2 പീസ് അച്ഛനും അമ്മയ്ക്കുള്ളത് പകർത്തിയിട്ട് ബാക്കിയുള്ളത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് രണ്ട് പാത്രത്തിലാക്കി വെച്ചു. തിന്ന് വയറ് നടന്നപ്പോ കുഞ്ഞു സ്വിച്ച് ഇട്ട പോലെ ഓണായി കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടും ദേ അവിടുത്തെ ക്യൂ ഇതുവരെ തീർന്നിട്ടില്ല. റേഷൻ കടയിൽ അരി മണ്ണാണി വാങ്ങാൻ പോലും ഇത്രയും ക്യൂ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്കലേറ്റർ പിടിച്ചിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. അതിൽ ഒരു ബക്കറ്റ് എടുത്ത് എന്റെ വണ്ടിയിലുള്ള വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു, ചേച്ചിയുടെ സ്നേഹ സമ്മാനമായി ഞങ്ങൾ മടങ്ങും. ശരി, ബൈ.